ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉത്രാട ദിനത്തിൻ്റെ വൈകുന്നേരം നമ്മൾ തൃക്കാരപ്പന് ഊട്ടുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ അരിമാവിൽ നമ്മുടെ കൈപ്പത്തി കൊണ്ട് ഇതുപോലെ മുക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ കട്ടിളപ്പടിയുമലും വാതിലുമലും അതുപോലെ തന്നെ ചവിട്ടുപടിയുമലും ഒക്കെ ഇതുപോലെ അലങ്കരിക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ തൃക്കാരപ്പനെ വെക്കുന്നതിനുള്ള ഒരു പലക എടുത്തിട്ടുണ്ട്, മുട്ടിപ്പലക കേട്ടോ. അതും ഇതുപോലെ അലങ്കരിച്ച് കൊടുക്കും അരിമാവ് കൊണ്ട്. പിന്നെ ഒരു ഇലയുടെ നാക്ക് വെച്ചിട്ടും അതുമ്മലും ഇതുപോലെ ചുറ്റി കൊടുക്കും കേട്ടോ. ഇനി എല്ലാ തൃക്കാരപ്പനും നമ്മൾ ഇതുപോലെ അരിമാവ് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തൃക്കാരപ്പനമേ കുത്താനുള്ള പൂവുകൾ ശരിയാക്കാൻ കേട്ടോ. ഈർക്കിളിയും ഇതുപോലെ ഓരോ പൂവ് വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കുക. അതാണ് തൃക്കാരപ്പൻ്റെ സൈഡിലും മുകളിലും ഒക്കെ ഇതുപോലെ കുത്തി കൊടുക്കണം എല്ലാത്തിൻ്റെയും. അങ്ങനെ നമ്മുടെ എല്ലാ തൃക്കാരപ്പൻ്റെ മുകളിലും നമ്മൾ ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ 3 എണ്ണമാണ് നടുക്ക് വയ്ക്കുന്നത്, ബാക്കി 2 എണ്ണം സൈഡിൽ വയ്ക്കുക. ആ സൈഡിൽ വെക്കുന്നതിൽ ഒരെണ്ണം നമ്മൾ പടിയുടെ അവിടെയും ഒരെണ്ണം കിണറിൻ്റെ അവിടെയാണ് കേട്ടോ കൊണ്ടുവയ്ക്കുക. ഈ 3 എണ്ണം ഇതുപോലെ നല്ലപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള 2 എണ്ണം ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 3 എണ്ണത്തിന് കോടി ചുറ്റുക എന്ന് പറയും, അതായത് ഒരു നൂലുകൊണ്ട് ഇങ്ങനെ കെട്ടി കൊടുക്കും. അതിന് ചുറ്റും ഫുള്ള് തുമ്പപ്പൂ കൊണ്ട് നിറയ്ക്കും, പിന്നെ നമ്മുടെ കയ്യിലുള്ള പൂക്കളും. പിന്നെ അതിന് ശേഷം നമ്മൾ വെക്കുന്നത് 2 അടി ഉണ്ടാക്കി വെക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു നാളികേരം പകുതി മുറിച്ചിട്ട് 2ലും വെള്ളമായിട്ട് അതുപോലെ തന്നെ വെക്കും. പിന്നെ നമ്മൾ ഒന്ന് പൂജിക്കാൻ വേണ്ടിയിട്ട് ചന്ദനവും വയ്ക്കും, പിന്നെ അതിൻ്റെ ഒപ്പം ചന്ദനത്തിരി കൊണ്ട് ഒന്ന് പൂജിച്ചു കൊടുക്കുകയും ചെയ്യും. സൈഡിൽ വെക്കുന്നത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പൂജിച്ചതിന് ശേഷം ആറാപ്പ് വിളിച്ചതിനൊക്കെ ശേഷം ഒരെണ്ണം പടിയുടെ അവിടെയും ഒരെണ്ണം കിണറിൻ്റെ അവിടെയും വെക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.